മനുഷ്യന്റെ ഉള്ളിൽ ഭയം എന്ന വികാരം ഒരിക്കൽ വേരുറച്ചു കഴിഞ്ഞാൽ പിന്നെ ചുറ്റും നടക്കുന്ന ഓരോ അസംഭവ്യമായിട്ടുള്ള കാര്യങ്ങളും അവനെ കൂടുതൽ ഭയപ്പെടുത്തി വേട്ടയാടിക്കൊണ്ടിരിക്കും. ആ ഭയം ബുദ്ധിയെയും ധൈര്യത്തെയും ഒരേപോലെ തളർത്തിക്കളയും. പിന്നീട് മാനസിക നില തെറ്റിയ ഒരു രീതിയിലാകും. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ സൈനികരും ഈ ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും നേരിടാനുള്ള ധൈര്യമില്ലാതെ ട്രംപും നിലനിൽക്കുകയാണ്. ആകാശത്ത് ഒരു ചെറിയ ശബ്ദം പോലും കേട്ടാൽ വിറങ്ങലിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ സൈനികർക്കും ട്രംപിനുമുള്ളത്. ലോകത്തിന്റെ യജമാനിൽ നിന്ന് സ്വയം കരുതിയവർ ഇന്ന് സുരക്ഷിതത്വം തേടി ഭൂഗർഭ അറയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ ഒരു ഭയത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് പലതവണ ട്രംപ് പ്രസ്താവനകൾ മാറ്റി പറയുന്നത് എന്ന് പോലും ചിന്തിക്കേണ്ടി വരും. കാരണം അത്രയേറെ പ്രഹരമാണ് ഇറാന്റെ പക്കൽ നിന്ന് അമേരിക്കയ്ക്കും ട്രംപിനും ഏറ്റിരുന്നത്. ഒരു കാലത്ത് ആകാശവും ഭൂമിയും തങ്ങളുടെ കാൽ കീഴിലാണെന്ന് അഹങ്കരിച്ചിരുന്ന ഒരു സാമ്രാജ്യമുണ്ടായിരുന്നു. ലോകത്തിന്റെ ഏത് കോണിലും മിനിറ്റുകൾക്കുള്ളിൽ മരണം വിതയ്ക്കാൻ ശേഷിയുള്ള അമേരിക്കൻ സൈന്യം. എന്നാൽ ഇന്ന് കാലം മാറി. ആകാശത്ത് ഗർജിക്കുന്ന F-35 വിമാനങ്ങളല്ല, മറിച്ച് ഒരു കൊതുകിന്റെ വേഗത്തിൽ പറന്നെത്തുന്ന വെറും $500 വിലയുള്ള കുഞ്ഞൻ ഡ്രോണുകളാണ് ഇന്ന് യുദ്ധഭൂമിയിലെ വിധി നിർണ്ണയിക്കുന്നത്. 2026 മെയ് മാസത്തിൽ പുറത്തുവരുന്ന ഈ ഒരു റിപ്പോർട്ടുകൾ ലോകത്തെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. അമേരിക്കൻ സൈനികാധിപത്യത്തിന്റെ അന്ത്യം ആരംഭിച്ചിരിക്കുന്നു. ടെക്സാസിലെ ഫോർട്ട് ഹുഡ് സൈനിക താവളം, അവിടെ ഇപ്പോൾ നടക്കുന്നത് ഓപ്പറേഷൻ സിൽവർ ലൈറ്റനിങ് എന്ന വിചിത്രമായിട്ടുള്ള ഒരു പരീക്ഷണമാണ്. അത്യാധുനികമായിട്ടുള്ള ആശുപത്രികൾക്ക് പകരം ഉപേക്ഷിക്കപ്പെട്ട ആണവ തുരങ്കങ്ങളെ അമേരിക്കൻ സൈന്യം ആശ്രയിക്കുന്നു. എന്തുകൊണ്ടാണ് അത്? കാരണം ഡ്രോണുകളുടെ ഇലക്ട്രോണിക് കണ്ണുകൾക്ക് ഭൂമിക്കടിയിലെ ഈ ഒരു ഇരുട്ടറകളിലേക്ക് നോക്കാൻ കഴിയില്ല. ഇലക്ട്രോണിക് സിഗ്നലുകൾ ട്രാക്ക് ചെയ്യപ്പെടുമെന്ന ഭയത്താൽ സ്മാർട്ട് ഫോണുകൾ ഉപേക്ഷിച്ച് പഴയകാല ഫീൽഡ് ടെലിഫോണുകളിലേക്കും ഇന്ധന ശബ്ദവും പുറത്തുവിടുന്ന വാഹനങ്ങൾക്ക് പകരം സൈക്കിളുകളിലേക്കുമാണ് അമേരിക്കൻ സൈന്യം മടങ്ങിയിരിക്കുന്നത്. ആധുനികതയുടെ ഉച്ചത്തിൽ നിന്നുള്ള ഈ ഒരു മടക്കം ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഭയമാണ് വിളിച്ചോതുന്നത്. ആധുനിക യുദ്ധഭൂമിയിൽ അമേരിക്കൻ സൈന്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവർ തന്നെ വികസിപ്പിച്ചെടുത്ത അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളാണ്. മുറിവേറ്റ സൈനികരെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന എക്സ്റേ, CT സ്കാൻ മെഷീനുകൾ പുറത്തുവിടുന്ന ശക്തമായിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നലുകൾ ശത്രുക്കളുടെ ഇലക്ട്രോണിക് കണ്ണുകൾക്ക് ഒരു വഴികാട്ടിയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. യുദ്ധഭൂമിയിലെ ഓരോ സ്കാനിംഗ് മെഷീനും തങ്ങളുടെ സ്ഥാനം വിളിച്ചോതുന്ന ഓരോ സിഗ്നൽ ടവർ പോലെ പ്രവർത്തിക്കുന്നു എന്നത് അമേരിക്കൻ മെഡിക്കൽ യൂണിറ്റുകളെ കനത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ശത്രുക്കളുടെ ഡ്രോണുകൾക്കും മിസൈലുകൾക്കും ഈ ഒരു സിഗ്നലുകൾ ട്രാക്ക് ചെയ്ത് കൃത്യമായിട്ടുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും. സാങ്കേതിക വിദ്യയുടെ അത്യുന്നതയിൽ നിൽക്കുന്ന ഒരു രാജ്യം തങ്ങളുടെ സൈനികരെ രക്ഷിക്കാൻ പഴയ കാലത്തെ വിദ്യകൾ നേടുന്നത് ആധുനികതയുടെ വലിയൊരു പരാജയമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. വിവര സാങ്കേതിക വിദ്യയിലെ ഈ ഒരു തിരിച്ചടി ആധുനിക ആയുധങ്ങളെക്കാൾ പ്രായോഗികമായിട്ടുള്ള അതിജീവന തന്ത്രങ്ങൾക്കാണ് വരുംകാല യുദ്ധങ്ങളിൽ മുൻഗണനയെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. ഇന്ന് അമേരിക്കൻ സൈനിക ക്യാമ്പുകളിൽ കേൾക്കുന്ന നിലവിളികൾ കൃത്യമായിട്ടുള്ള ശബ്ദങ്ങളല്ല, മറിച്ച് വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ മുന്നറിയിപ്പാണ്. മുറിവേറ്റ സൈനികർക്ക് ഗോൾഡൻ അവർ എന്നറിയപ്പെടുന്ന നിർണായക സമയത്തിനുള്ളിൽ ചികിത്സ നൽകുക എന്നത് അസാധ്യമായിരിക്കുന്നു. മുൻപ് അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ ആകാശത്ത് സുരക്ഷിതമായിട്ട് പറന്നിരുന്നുവെങ്കിൽ ഇന്ന് ആകാശത്ത് ശത്രുവിന്റെ ഡ്രോണുകൾ കാവൽ നിൽക്കുന്നു. പരിക്കേറ്റവരെ മാറ്റാൻ ഹെലികോപ്റ്ററുകൾ വരുന്നത് മരണ വാറന്റ് പോലെയാണ്. അതുകൊണ്ടാണ് അവർ ഇരുട്ടറകളിൽ ചുവന്ന വെളിച്ചത്തിൽ ശസ്ത്രക്രിയ നടത്താൻ പഠിക്കുന്നത്. 555 ഫോർവേഡ് റെസിസ്റ്റേറ്റീവ് സർജിക്കൽ ടീമിന്റെ മുദ്രാവാക്യവും മരണത്തെ പറ്റിക്കുക എന്നതാണെങ്കിലും ആ ഒരു അത്യാധുനിക യുദ്ധമുഖത്ത് മരണം ഒരു സ്വിച്ച് പോലെ അകലെ ഡ്രോണുകളുടെ രൂപത്തിൽ കാത്തിരിക്കുന്നു. വർഷങ്ങളായിട്ട് അമേരിക്കൻ പ്രതിരോധ ബജറ്റ് കുതിച്ചുയരുകയായിരുന്നു. ബില്യൺ കണക്കിന് ഡോളറുകൾ വിമാനങ്ങൾക്കും ടാങ്കുകൾക്കും വേണ്ടി അവർ ഒഴുക്കി. എന്നാൽ ഒരു പരിക്കേറ്റ സൈനികനെ സുരക്ഷിതമായിട്ട് മാറ്റാനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ ഈ മഹാശക്തി മറന്നുപോയി. സൈനിക മെഡിക്കൽ ബജറ്റ് വെറും ഒരു ഫ്ലാറ്റ് ലൈനായിട്ട് തുടരുമ്പോൾ വമ്പൻ ആയുധ ലോബികൾ ലാഭം കൊയ്തു. ഇന്ന് യുദ്ധഭൂമിയിൽ പരിക്കേൽക്കുന്ന സൈനികർ നേരിടുന്നത് ആധുനിക ചികിത്സയല്ല, മറിച്ച് തുരങ്കങ്ങളിലെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളാണ്. അമേരിക്കയുടെ ആയുധ പ്രതാപം വെറും കടലാസ് പുലിയാണെന്ന് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധം എന്നത് വെറും ഒരു കമ്പ്യൂട്ടർ ഗെയിം അല്ല എന്ന് അമേരിക്കൻ സൈനികർ തിരിച്ചറിയുകയാണ്. ശത്രുവിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ നഗ്ന നേത്രങ്ങൾ കൊണ്ടുപോലും കാണാൻ കഴിയാത്ത അദൃശ്യമായിട്ടുള്ള സിഗ്നലുകളെ ഭയന്ന് ജീവിക്കേണ്ട അവസ്ഥ. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും കണ്ട വിനാശകരമായിട്ടുള്ള യുദ്ധങ്ങൾ ഇപ്പോൾ അമേരിക്കയുടെ സ്വന്തം വാതിലുകളിൽ മുട്ടുകയാണ്. മറ്റുള്ളവരുടെ മണ്ണിൽ യുദ്ധം വിതച്ചവർ ഇന്ന് സ്വന്തം മണ്ണിലെ തുരങ്കങ്ങളിൽ സുരക്ഷിതം തേടുന്നത് ചരിത്രത്തിന്റെ വലിയൊരു കാവ്യനീതിയാണ്. അമേരിക്കൻ സൈന്യം ഇന്ന് നേരിടുന്നത് വെറും ഒരു സാങ്കേതിക വെല്ലുവിളികളല്ല,
മറിച്ച് തങ്ങളുടെ യുദ്ധതന്ത്രങ്ങളുടെ സമ്പൂർണ്ണമായിട്ടുള്ള പരാജയമാണ്. ഡ്രോണുകൾ എന്ന ഈ ചെറിയ യന്ത്രങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യത്തെ മാളങ്ങളിലേക്ക് മടങ്ങാൻ നിർബന്ധിതമാക്കിയിരിക്കുന്നു. പരിക്കേറ്റ സൈനികന്റെ നിലവിളികളും തുരങ്കങ്ങളിലെ ശ്വാസം മുട്ടുന്ന നിശബ്ദതയും ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷെ അതിന്റെ കനലുകൾ അണയ്ക്കാൻ സാങ്കേതിക വിദ്യ കൊണ്ട് മാത്രം സാധിക്കില്ല. അമേരിക്കൻ പ്രതാപത്തിന്റെ റൺവേകൾ അവസാനിച്ചിരിക്കുന്നു. ഇനി അവർക്ക് മുന്നിലുള്ളത് ഇരുളടഞ്ഞ തുരങ്കങ്ങൾ മാത്രമാണ്. അങ്ങനെ അടപടലം മൊത്തത്തിൽ അമേരിക്കയുടെ നാശം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ സൈനികർ ഇതിനു മുമ്പ് സമ്മർദ്ദത്തിലാകുന്ന വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. പല സ്ഥലങ്ങളിലും പലർക്കും വലിയ രീതിയിലുള്ള പരിക്കേൽക്കുകയും എന്നാൽ അവർക്ക് ചികിത്സ കിട്ടാത്തതും വലിയ രീതിയിലുള്ള വാർത്തകളായി മാറുമ്പോഴും അതൊന്നും പ്രതികരിക്കാതെയും അതിനെക്കുറിച്ചൊന്നും പറയാതെയും ട്രംപ് ഇരിക്കുന്നത് അവിടുത്തെ ജനതയെ തന്നെ ഭീതിയിലാഴ്ത്തുകയാണ്. എന്തായാലും ട്രംപിന്റെ പിടിവാശിയിൽ ഇന്ന് സൈനികർ കേൾക്കുന്ന പ്രഹരം എന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെയാണ്. ഒന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയില്ല. മരണം തന്റെ വാതിക്കൽ വന്ന് നിൽക്കുന്ന അതേ അവസ്ഥയിലൂടെയാണ് സൈനികർ കടന്നു പോകുന്നത്. ഓരോ നിമിഷവും മരണത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുന്ന സൈനികരുമുണ്ട്. എന്തായാലും ഇപ്പോൾ ട്രംപിനും വല്ലാത്ത ഭയമാണ്. ഈ ഇരട്ട പ്രഹരത്തിന്മേൽ ട്രംപ് തലകുനിച്ചു നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. അതായത് എന്തിനു വേണ്ടിയായിരുന്നു ഈ യുദ്ധം തുടങ്ങിയത്? ആർക്ക് വേണ്ടിയാണ് യുദ്ധം തുടങ്ങിയത്? സമ്പത്ത് മോഹിച്ചു പോയി വെനസ്വല കീഴടക്കിയതുപോലെ തന്നെ ഇറാനെയും കീഴടക്കാമെന്ന് ശ്രമിച്ച അല്ലെങ്കിൽ അതിന് പദ്ധതിയിട്ട ട്രംപിന് ഏറ്റവും കൂടുതൽ പ്രഹരമേറ്റപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകശക്തി എന്ന പട്ടം അമേരിക്കയ്ക്ക് ഇനി നിലനിൽക്കില്ല, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും ട്രംപിന്റെ അഹങ്കാരത്തിന് മേൽ കടിഞ്ഞാൻ വീഴ്ത്തിക്കൊണ്ട് ഇറാൻ തന്റെ നിലപാടുകൾ വ്യക്തമാക്കി തന്റെ ബുദ്ധിപൂർവമായിട്ടുള്ള ആക്രമണങ്ങളും അല്ലെങ്കിൽ നയതന്ത്രപരമായിട്ടുള്ള നിർണായക നീക്കങ്ങളും ഒക്കെ നടത്തിയപ്പോൾ അതിനു മുന്നിൽ അടിയറവ് പറയുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ഇന്ന് അമേരിക്കയ്ക്കും ട്രംപിനും ഒരുപോലെ മനസ്സിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പോഴും വലിയ രീതിയിലുള്ള യുദ്ധങ്ങളിലേക്ക് അമേരിക്ക ചെന്ന് കയറാത്തതും.